ഗായ്സ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് എല്ലാ ദിവസവും വ്ളോഗ് എടുക്കാൻ പറ്റണില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളിത് ഇപ്പോൾ കാന്താര കാണാൻ പോവാ ഫാമിലി ആയിട്ട്. ഞാനൊരു വട്ടം കണ്ടതാണ്, പക്ഷേ ഇവരൊന്നും കണ്ടിട്ടില്ല. ഇവിടെ അമ്മയുണ്ട്, ബാക്കിൽ ചേച്ചിയുണ്ട്, അച്ഛൻ വണ്ടി ഓടിക്കണം. അപ്പോൾ ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പോണത്. ഞാൻ കുറേ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടാണ് വേഗം. ഇവിടെ ഉള്ളിക്ക് കയറൽ കുറച്ച് സീനാണ്. 8:10 പറഞ്ഞില്ല, അവരൊക്കെ അവിടെ വണ്ടിയിലിരിക്കുക. പോയി ടിക്കറ്റ് എടുക്കാം. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. രാത്രി തൃശ്ശൂർ അടിപൊളി കേട്ടോ. ഗംഭീര ബ്ലോക്കാണ്. കാന്താര കാണാൻ പോകുന്ന കാന്താര കണ്ടിട്ടൊന്ന് വൈകുന്നേരം അതുപോലെ കിടന്ന് ഓടിയിടും. അച്ഛനും എന്ത് സ്പീഡിലാണ് പോണ മതി. ഞാൻ പുലിയെ കാണാൻ പോകുക. പുലിയെ അടിപൊളി. എനിക്കൊന്നും കാണില്ല, എനിക്ക് നേരെ അങ്ങനെ നമ്മള് സിനിമ കണ്ടിറങ്ങി. സിനിമ എന്ന് പറയണ അനുഭവം ലോക കണ്ടിട്ടല്ലോ. ഞാനതല്ല ആലോചിക്കണേ, ഇങ്ങനെ ഡയറക്ഷനും അഭിനയവും ഒരുമിച്ച് എങ്ങനെ പറ്റണ. എല്ലാതും അടിപൊളിയാവും. പിന്നെ ആർട്ട് വർക്ക്, സിനിമാറ്റോഗ്രാഫി ഒക്കെ ഒരു രക്ഷയില്ല. ആ ലാസ്റ്റ് സിംഹ പുലിയും അങ്ങേരും ഓടി വരുന്നുണ്ടോ. ബാഹുബലിയിലത്തെ ഷോട്ടുകളൊക്കെ പോലെ പക്ഷേ ഇതാണ് ശരിക്കും അടിപൊളി. ബാഹുബലിയെക്കാളും ഞാന് ശരിക്കും ഇതിപ്പോ രണ്ടാമത്തെ വട്ടം കണ്ടപ്പോഴാണ് കഥ കുറച്ചും കൂടി മനസ്സിലായത്. എനിക്ക് മറ്റേ ശിവദത്തിൽ കണ്ടിട്ട് വലിയ എയിമ് തോന്നിയില്ല. ഇവിടെയാണ് സൗണ്ട് സിനിമയിലെ സിനിമ മറ്റേ ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചത് അത് ശരിക്കും തിയേറ്ററിൽ അറിയാണ്ട് ശരിയാ. അല്ല, ഇങ്ങനെ ചെയ്യാൻ നമ്മൾ പറയില്ലേ, നമ്മൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ മനുഷ്യൻ എന്തൊക്കെയാ ചെയ്യുന്നത്. ഞാൻ പറയാം, നമുക്ക് കുറെ കാര്യങ്ങളായി ഇത് ചെയ്യണം, അത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ട്രെസ് ആവില്ലേ. കണ്ടപ്പോ എനിക്ക് തോന്നാ ജയറാമ് പറഞ്ഞു കേട്ടില്ല ആളെ കുറിച്ച്. കാലത്ത് എനിക്ക് തന്നെ ആള് നേരത്തെ വരുന്നു, ജിമ്മിൽ പോവും, വർക്കൗട്ട് ചെയ്യ, വാരങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ. ഇനിയിപ്പോ ഇതിന്റെ 2ാം ഭാഗം എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കും. കഥയ്ക്ക് ഒരു ത്രെഡ് ഇട്ടിട്ട് ആള് അവസാനിപ്പിച്ചു. കഥ എന്ന് പറഞ്ഞാല് ഇനിയാണ് കഥ തുടങ്ങണേ. അതായത് നമ്മുടെ സത്യം പറഞ്ഞ ഇതൊരു നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു തന്നെയാണ് ഇതിൽ കാണിക്കണത്. അത് അറിയുന്നവർക്ക് ഇത് കൂട്ടി വായിക്കുമ്പോ
ആള് പറയണില്ലേ എല്ലാ ദൈവാംശം ഉണ്ട് എല്ലാവരിലും ഉണ്ട്. ലാസ്റ്റത്തെ ആ സാധനം എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. അതാണ്, അതുകൊണ്ടാണ് ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. എനിക്കത് ആദ്യത്തെ കാന്താരയിലും എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ള ആ ഒരു നിൽപ്പുണ്ടല്ലോ, കാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഉണ്ട് എന്നാണ്. അടിയിലേക്ക് പോയി, ഭൂമിക്ക് പോയാണ് അവസാനം. ഇനി എന്ത് വന്നാലും ഇതുപോലെ വരും ഓരോ അവതാരങ്ങളായിട്ട് എന്നാണ്. അത് ദൈവം എന്ന് പറയാ അങ്ങനെയല്ല, പെർഫെക്ഷൻ ഉള്ള ഒരു മനുഷ്യൻ വരും നന്നാക്കാൻ. അതാണ് ചിന്തിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിൽ കാണിക്കണ അത് ആരാ? നന്ദിയാണോ? നന്ദിയല്ലേ? പക്ഷെ ആൾക്ക് അത് നന്ദിയല്ലല്ലോ, എനിക്ക് തോന്നുന്നത് ആളെ കയ്യിൽ മറ്റോ അല്ലേ, അത് ബ്രഹ്മരക്ഷസാണ്. കാരണം ആളെ കയ്യില് മറ്റേ മുടിയുണ്ട്, മുടി ഇങ്ങനെ നിവർത്താൻ നോക്കണ്ട ആള്. ഇവരെ ആക്രമിച്ചത് ഞാൻ പറഞ്ഞുതരാട്ടോ, എന്നിട്ട് അറിയാം. ഇതില് കൊറേ മൂർത്തികളെ കുറിച്ച് പറയിട്ടല്ലോ. ഇപ്പൊ ഈ ഇതില് എന്ന് പറഞ്ഞ ഇവന് കേറില്ലേ, ഇവനിങ്ങനെ ഇത് കേറില്ലേ, അതാരാന്ന് പറയാ? അത് ഗുളികനാണ്. അതാണ് ഗുളികൻ. പിന്നെ മറ്റേ വരാഹി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് സൈലന്റ് ആണ്. അത് മറ്റേ ദേവിയാണത്. ദേവിയാണത്. ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ശിവന്റെ, പരമശിവന്റെ ഭൂതഗണങ്ങളാണ്. അങ്ങനെയാണ് കണക്കാക്കുന്നത്. അതായത് ഇതില് നമുക്ക് നമ്മുടെ വേദാന്തത്തിൽ പറയേ സ്വരൂപം സ്വഭാവം എന്ന് പറയും. സ്വരൂപം ഒന്നാണെങ്കിലും പലരുടെയും സ്വഭാവം വേറെ വേറെയാ. അപ്പൊ സ്വഭാവം മാറുമ്പോഴാണ് അക്രമം ഉണ്ടാവുന്നത്. അപ്പൊ അത്യാഗ്രഹം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ സിനിമയിലെ ത്രെഡ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അത്യാഗ്രഹം കൂടുമ്പോ അതിന് മറ്റേ ബാലൻസ് ചെയ്യാൻ വേറൊരു സാധനം ഉണ്ടാവും. ഈ രാജാവിന്റെ കേസ് പറയുമ്പോഴേ ആൾക്ക് ശരിക്കും പേടിയായിരുന്നു കാന്താര. ഈ മോള് ജനിച്ചതിന് ശേഷമാണ് ആൾക്ക് അത്യാഗ്രഹം. പക്ഷെ ഈ മോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ശക്തികളായിട്ട് ഇപ്പൊ ഈ കറുത്ത ഇതായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് ഈ പ്രകൃതി ശക്തിനെ നിയന്ത്രണത്തിലാക്കിയിട്ട് ആ പവർ കൊണ്ട് അവരുടെ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ആൾക്കാരാ. അതാണ് ശരിക്ക് ഇതില്. അപ്പൊ അവരായിട്ട് സുപ്രീം പോലെ അതെ, സുപ്രീം അതന്നെ ശരിക്കുള്ള കാര്യം. ഇതെല്ലാം ശിവന്റെ ഭൂതഗണങ്ങളാണ്. പക്ഷെ ഇങ്ങനെയാണ് കാര്യങ്ങള്. കാരണം രണ്ടു കൂട്ടരും ആരാധിക്കുന്ന ശിവനെയാണ്. നിങ്ങളത് നോക്കി നോട്ട് ചെയ്ത രണ്ടു കൂട്ടരും ആരാധിക്കുന്ന ശിവനാണെങ്കിൽ രണ്ടു കൂട്ടരും സ്വഭാവം വേറെയാണ്. അതാണ് അതിന്റെ ത്രെഡ്. അത് ശരിക്കും പറഞ്ഞു. ഇത് നമ്മളിങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഞാൻ കുറച്ചേരം കഴിക്കുമ്പോഴാണ് എന്റെ ബോധത്തിലേക്ക് വന്നത്. അങ്ങനെ എനിക്ക് കാണില്ല, ഞാൻ ഇങ്ങനെ ഇരുന്ന ലാസ്റ്റ് എന്റെ കൈയൊക്കെ വിറച്ചു തുടങ്ങി. എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അയ്യോ അതിന് വിട്ടിട്ടില്ല. സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ അടിപൊളിയായിട്ട്. അപ്പൊ അടുത്തത് നമുക്ക് കാണാനുള്ളൊരു ഇതായി അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കണില്ലേ എന്റെ അച്ഛൻ എങ്ങനെ പോയെന്ന്. അടുത്തത് അവനാണ്, അടുത്ത അവനാണ്, അവരെ തലമുറയാണ്. ഇങ്ങനെ പോവും. എന്തായാലും ധർമ്മം തന്നെയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ആരെങ്കിലും ഉണ്ടാവും. അതുപോലെ തന്നെയാ എല്ലായിടത്തും കൽക്കിയില് പറയണ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പടങ്ങൾ വരുന്നില്ല. ധർമ്മം തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ധർമ്മമില്ലെങ്കിൽ പിന്നെ പ്രകൃതി പോലും ധർമ്മം കാണിക്കണ്ട ഇടയ്ക്ക്. അതാണല്ലോ ഭാര്യയായിട്ടും ഇതൊക്കെ ആയിട്ട് വരുന്നത്. അല്ലാണ്ട് മനുഷ്യന്റെ അതിക്രമം കൂടുമ്പോ പ്രകൃതിക്ക് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അയാള് ഫേസില് ശരിക്കും കാണാം അല്ലേ.
ആദ്യം ഇയാള് വലിയ തമാശക്ക് പറഞ്ഞത് അവസാനമായപ്പോഴാണ് അയാൾക്ക് അച്ഛൻ പറയാ വന്നേ അല്ല ഋഷഭ് ഷെട്ടി ഉണ്ടല്ലോ, അപ്പൊ കച്ചവടം ചെയ്യാനായിട്ട് അവന് ആഗ്രഹം വന്നിട്ട് അവനതിൽ പെട്ടപ്പോ അവനും ആ ഒരു വലയത്തില് പെട്ടു. അതാണ് അത്. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ചെറിയ ആർത്തിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ നമ്മള് പറയില്ലേ, നമ്മ സമ്പത്ത് വല്ലാണ്ടായി കഴിഞ്ഞാൽ സമ്പത്ത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതേപോലെയാണ് അവന്റെ ഇതില് കാന്താര മാറ്റിയെടുക്കണവന്. അതാണ് വേണ്ടത്. സ്ഥലം വേറെ സ്ഥലം അങ്ങനെ ഇല്ല, എല്ലാവരും സ്ഥലം. നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല, ഞങ്ങൾ അവിടെ പോവാൻ പാടില്ല, അങ്ങനെ ഇല്ല. എല്ലാം ഒന്നാണ്. അങ്ങനെയാണ് ആ ഒരു ഇതിലാണ് അധികാരമല്ല, എല്ലാവർക്കും എല്ലാം അനുഭവിക്കാനുള്ള ഇത് വേണമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കണത്. ഒരാൾക്ക് മാത്രം എല്ലാതും അങ്ങനെയല്ല, ഈക്വൽ ആയിരിക്കണം എന്ന് തന്നെയാണ് അത് ഉദ്ദേശിക്കണത്. അതന്നെയാണല്ലേ നമ്മുടെ പ്രകൃതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാല് പ്രകൃതി തിരിച്ചടിക്കും. എന്തായാലും സിനിമ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. തിയേറ്ററിൽ തന്നെ കാണാം. തൃശ്ശൂരുകാരാണെങ്കിൽ രാഗത്തില് പോയി കാണുക. വീഡിയോ